കുറേ കാലത്തിന് ശേഷം വരിക കേട്ടോ. ഒരുപാട് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് പറയാൻ പോണത്, ഇന്നലെ UDF ഗവൺമെൻറ് അവരുടെ ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായിട്ട് അവർ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. സൗജന്യ യാത്ര കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും കൊടുക്കുമെന്നുള്ളത്, എല്ലാ ട്രാൻസ്ജെൻഡേഴ്സ് സ്ത്രീകളും കൊടുക്കുമെന്നുള്ളത്. അത് അവരെന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞ ദിവസം തന്നെ പ്രാബല്യത്തിൽ വരുത്തിയിട്ടുണ്ട്. ഉദ്ഘാടനം VD സതീശനും അതുപോലെ തന്നെ ആൾക്കാരൊക്കെ കൂടി ചെയ്തു. മന്ത്രിമാരും മന്ത്രിസഭയിൽ എല്ലാവരും കൂടി ചെയ്തു. എല്ലാ ജില്ലയിലും സംഭവം എത്തിയിട്ടുണ്ട്. അതായത് ഫാസ്റ്റ് പാസഞ്ചറിലല്ല, ഓർഡിനറി ബസ്സുകളിൽ. ഓക്കെ, അപ്പം ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കുറേ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട്, കുറേ പോസിറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ, ഞാൻ ഒരു പാർട്ടി കോൺഗ്രസ്സുകാരനാണെന്നത് കൊണ്ട് പറയുന്ന കാര്യമല്ല, പക്ഷേ എനിക്കിതിൽ കുറേ കാര്യങ്ങൾ പറയാനുള്ളത്. ഒരു സംഭവം നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ്, ഫ്രീ ആയിട്ട് കൊടുക്കുക എന്ന് പറയുന്നത്. അതൊരു നല്ലൊരു പോസിറ്റീവായിട്ട് കാണാത്ത കുറച്ച് ആൾക്കാരുണ്ട്. കാരണം അത് പൊളിറ്റിക്കലായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. കാരണം അത് പൊളിറ്റിക്കൽ സൈഡ് എന്ന് പറയാൻ പറ്റും. ഒരു ഫ്രീ സംഭവം കൊടുക്കുന്നത് എന്താണ് എൻ്റെ നെഗറ്റീവ് അതിൽ പറയാനുള്ളത്? സ്ത്രീകൾക്ക് ഇത് ഫ്രീ ആണ്, അല്ലെങ്കിൽ ആണുങ്ങൾക്ക് ഇത് ഫ്രീ ആണെന്ന് പറയുമ്പോൾ എന്തതിൽ നെഗറ്റീവ്? നല്ലൊരു കാര്യമല്ലേ? അതിനെ ഒരു പോസിറ്റീവായിട്ട് കാണാം. അങ്ങനെ കാണാത്ത കുറച്ച് ആൾക്കാർ പറഞ്ഞെന്താ, എന്തുകൊണ്ട് ആണുങ്ങൾക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഒരു സ്ത്രീകൾക്ക് കൊടുക്കുമ്പോൾ അതൊരു സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജോലി സ്ഥലങ്ങളിൽ സ്ത്രീകളുടെ ഇത് വളരെ കുറവാണ് അല്ലേ? ഒരു പേഴ്സൻറ്റേജ് എടുത്ത് നോക്കിയാൽ സ്ത്രീകൾക്കുള്ള സാലറി കുറവാണ്, ജോലി സ്ഥലത്തുള്ള കുറവാണ്, സ്ത്രീകൾ ജോലിക്ക് പോകുന്നത് കുറവാണ്. ഇപ്പോഴല്ലേ കുറച്ച് ആൾക്കാർ ജോലിക്ക് പോകാൻ തുടങ്ങിയത്. പണ്ടൊക്കെ ആരാ സ്ത്രീകൾ ജോലിക്ക് പോകുന്നുള്ളത്? ഇപ്പോഴും കുറവാണ്, അതിൻ്റെ പേഴ്സൻറ്റേജ് വളരെ കുറവാണ്. കാരണം വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീകൾ ജോലിക്ക് പോകില്ല, കുട്ടികളുണ്ടായാൽ പോകില്ല, അങ്ങനെ കുറേ ബാധ്യതകളായിട്ട് ആരും പോകത്തില്ല. അതുമാത്രമല്ല അവർ കിട്ടുന്ന സാലറിയും കുറവാണ്. കുറേ സ്ത്രീകൾ, കേരളത്തിൽ ഒരുപാട് സ്ത്രീകൾ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്ന സ്ത്രീകൾക്ക് കിട്ടുന്ന വരുമാനം, സാധാരണ കൂലിപ്പണിക്ക് പോകുന്നതോ അല്ലെങ്കിൽ വീട്ടു ജോലിക്ക് പോകുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്ന ഈ ഹോം നേഴ്സിങ്ങിന് പോകുന്നതോ അങ്ങനെ കുറേ ആൾക്കാരുണ്ടല്ലോ. അങ്ങനെയുള്ള ജോലിക്ക് പോകുന്ന സ്ത്രീകൾ ബസ് ഉപയോഗിക്കുന്നത് അത് സാധാ സ്ത്രീകളെന്ന് പറയാം. എല്ലാത്തവരൊന്നും ബസ്സിൽ ടീച്ചർമാർ അല്ലെങ്കിൽ ചെറിയ ചെറിയ പണിക്ക് പോകുന്ന ആൾക്കാർ, അംഗനവാടിയിൽ ആയന്മാർ, അംഗനവാടി ടീച്ചർമാർ, അല്ലെങ്കിൽ നഴ്സുമാർ, അല്ലെങ്കിൽ ചെറിയ ചെറിയ ആൾക്കാരാണ് ബസ്സിൽ പോകുന്നത്. അല്ലെങ്കിൽ ജോലി ഇല്ലാത്ത സ്ത്രീകൾ വിരുന്ന് പോകുന്നതോ അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്ന, ആശുപത്രിയിൽ പോകുന്നു, അങ്ങോട്ട് പോകുന്നു, അങ്ങനെ അതൊക്കെ ഈ ബസ്സിലാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സ്ത്രീകൾ ബസ് പോകുന്നത് നമുക്കറിയാലോ. അപ്പോൾ ഈ ബസ് പോകുന്നത് ഗവൺമെൻറ്റിൻ്റെ KSRTCയിലാണെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ആലോചിച്ച് നോക്കി, അത് എന്ത് നല്ലൊരു സംഭവമാണ്. 10 രൂപ 10 രൂപ അവർക്ക് സേവ് ചെയ്തൂടെ? അത് അവർക്ക് ആശുപത്രി കൊടുക്കാനോ അല്ലെങ്കിൽ വീട്ടിൽ സാധനം വാങ്ങാനോ അല്ലെങ്കിൽ ഭർത്താവിന് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാനോ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാനോ എന്തെങ്കിലും സാധനം അവർക്ക് ഉപയോഗിച്ചൂടെ? ഇതിനെയാണ് ആൾക്കാർ എന്ത് ചെയ്യണത്, നെഗറ്റീവ് പറയണത്. മനസ്സിലായോ? അപ്പോൾ ആണുങ്ങൾ പറയും ഞങ്ങൾക്കും വേണം. ആണുങ്ങൾക്ക് കൊടുക്കണ്ടെന്ന് ഞാൻ പറയണില്ല, പക്ഷേ ആ ചെയ്ത കാര്യത്തിന് സപ്പോർട്ട് ചെയ്യാൻ ആണുങ്ങൾ പഠിക്കണം. കാരണം നിങ്ങളെ വീട്ടിലും സ്ത്രീകളുണ്ട്. നിങ്ങളുടെ ഉമ്മ, അമ്മ, പെങ്ങൾ, അനിയത്തി, മക്കൾ എല്ലാവരും സ്ത്രീകളാണ്. അവർ നാളെ ബസ് കയറി പോകുമ്പം ആ പൈസ കൊടുക്കണ്ട, നിങ്ങൾക്ക് പോക്കറ്റിൽ നിന്നെടുത്ത് പൈസ കൊടുക്കണ്ട. അത് നിങ്ങൾക്കുള്ള സേവിങ് അല്ലേ? നിങ്ങളെ ഭാര്യ പോകുന്നു, മക്കൾ പോകുന്നു, അമ്മ പോകുന്നു, പെങ്ങൾ പോകുന്നു, പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. പോക്കറ്റിൽ നിന്ന് 10 രൂപ 20 രൂപ എടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. സേവിങ് അല്ലേ? അത് ചിന്തിക്കാത്ത കുറേ കഴുതകൾ കടന്ന് പറയാണ് ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്കെന്താ, ഞങ്ങളാണുങ്ങളെ ഞങ്ങൾക്കില്ലേ, അവർക്ക് മാത്രം കൊടുത്താൽ മതിയോ? ഇതിനെന്താ പറയുക? അതിന് വേറെ പേരേ പറയാൻ പറ്റുമോ? അപ്പോൾ പോസിറ്റീവായിട്ട് കാണാൻ പഠിക്കുക. നമുക്കില്ലെങ്കിലും കുഴപ്പമില്ല, അവർക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുക. അങ്ങനെ ചിന്തിക്കാത്ത ചില ഡാഷ് ആൾക്കാരാണ് ഈ പറയുന്ന മൊത്തം. മനസ്സിലായോ? പിന്നെ ഗവൺമെൻറ് ഈ സംഭവം കൊണ്ടുവന്നത് ഒന്നും കാണാതെയല്ല. കുറേ ആൾക്കാരുടെ മനസ്സിൽ ധാരണയുണ്ട് KSRTC ഫുള്ള് സ്ത്രീകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ കട്ടപ്പുറത്താവില്ലേ, അവർ KSRTC പൂട്ടിപ്പോവില്ലേ, കോടികളെ നഷ്ടം ഉണ്ടാവില്ലേ, പണി ഉണ്ടാവില്ല, അത് എന്തൊക്കെയോ കിടന്ന് പറയുന്നുണ്ട്. തലച്ചോറുള്ള ആൾക്കാർ തന്നെയാണ് ഇരിക്കണമൊക്കെ. വെറുതെ ഫ്രീ ആയിട്ട് പോലും കൊടുക്കുകയൊന്നുമില്ല. അവർ മനസ്സിലും അവർ കുറേ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്.
മെയിനായിട്ട് എനിക്ക് മനസ്സിലായ കാര്യമാണെങ്കിൽ, ഞാനിത് അടുത്ത് കേട്ടിട്ടൊന്നുമില്ല കേട്ടോ, പക്ഷേ എൻ്റെ ഒരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ മെയിനായിട്ട് ഈ യാത്ര മൊത്തം ഇനി പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിലോട്ട് മാറ്റാനുള്ളൊരു പ്ലാൻ ചിലപ്പോൾ ഗവൺമെൻറ്റിന് കാണും. അതുമൂലം ഈ വാഹനങ്ങളുടെ എണ്ണം കുറക്കാൻ, ആക്സിഡൻറ്റ് കുറക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൊല്യൂഷൻ്റെ എയർ പൊല്യൂഷൻ കുറക്കാൻ, അങ്ങനെ കുറേ സംഭവങ്ങൾ അവർ ചിലപ്പോൾ അവർ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ടാവും. ഒന്നത്. രണ്ടാമത്തെ കാര്യം, എല്ലാവരും ഇത് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ഇപ്പോൾ സാധാരണ ജോലിക്ക് പോകുന്ന എല്ലാവരും ഇനിയിപ്പോൾ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്കത് പ്രോഫിറ്റാണ്. ഒന്നത്. രണ്ടാമത്തേത്, സ്ത്രീകൾ ഈ യാത്ര ചെയ്യുന്നത് കൊണ്ട് സ്ത്രീകൾക്ക് അവർ ഈ സേവ് ചെയ്യുന്ന പൈസ, ഇപ്പോൾ ഈ ബസ്സിൽ കൊടുക്കുന്ന ഈ പൈസ അവർ വേറെ എന്തെങ്കിലും സാധനം മേടിക്കാൻ യൂസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി യൂസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനത്തിന് അവർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ടാക്സ് ഒക്കെ പോകുന്നത് എങ്ങോട്ടാണ്? ഗവൺമെൻറ്റിന് തന്നെയാണ്, അല്ലേ? അപ്പോൾ ഒരു സൈഡിൽ അവർ യൂസ് ചെയ്യാത്ത ബസ്സിന് കൊടുക്കുന്ന പൈസ അവർ വേറെ എന്ത് സാധനം, ഒരു പെന്ന് മേടിച്ചാൽ പോലും ടാക്സ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പോകുന്നുണ്ട്. ഒരു കുട്ടി ഒരു ഒരു കോളേജ് പഠിക്കുന്ന കുട്ടി ഒരു നോട്ട്ബുക്ക് മേടിച്ചാൽ പോലും അതിൻ്റെ 10 രൂപ പോകുന്നത് ഗവൺമെൻറ്റിനായിരിക്കും. അപ്പോൾ അതും ഒരു ഈ സൈഡില്ലെങ്കിൽ ആ സൈഡിൽ അതൊരു ബെനിഫിറ്റാണ്. മനസ്സിലായോ? അപ്പോൾ അതാണ്. അപ്പോൾ അവിടെ നഷ്ടം വരുന്നില്ല സംഭവങ്ങൾ ഈ ഇതിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ കുറ്റം പറയുന്ന കുറേ കമ്മ്യൂണിസ്റ്റ് ആൾക്കാർ വേറെ, BJPൻ്റെ ആൾക്കാർ വേറെ. എന്താ അതിൻ്റെയൊക്കെ ആവശ്യം? മഹിളാ മോർച്ച എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട് BJPയിൽ. ഇവർ വേസ്റ്റാണ് കേട്ടോ. ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ഫുള്ള് മണ്ടകൾക്കായിട്ട് ദ്രോഹിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങി പുറപ്പെട്ട ആൾക്കാരെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അവർ ഇപ്പം ഞാൻ കണ്ടു ബസ്സിൽ, അതായത് ഓർഡിനറി ബസ്സിൽ മാത്രമാണ് ഇവരിത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും ഫാസ്റ്റ് പാസഞ്ചറിൽ ബസ് കയറിയിട്ട് ഇവർ സമരം ചെയ്യുക. എത്രയോ യാത്രക്കാർ പല സ്ഥലങ്ങൾക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് ഇരിക്കുന്നിടത്ത് ഇവർ അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ബസ്സിൻ്റെ അകത്ത് കയറി സ്ത്രീകൾ സമരം ചെയ്താൽ എന്താ അവസ്ഥ? ഇവരാർക്ക് വേണ്ടി സമരം ചെയ്യുന്നത്? ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. വലിയ വർത്തമാനം പറയുന്നുണ്ട്, ബസ്സൊക്കെ പോകാനും സമ്മതിക്കുന്നില്ല. ഇതാണ് ഇവരുടെയൊക്കെ നയം. ആലോചിച്ച് നോക്കി, ഇതൊക്കെ എന്ത് പാർട്ടിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് പാർട്ടി? എന്താണ് ഇവരൊക്കെ ആശയം? മറ്റുള്ളവർ ദ്രോഹിച്ചിട്ട് നിങ്ങൾ സമരം ചെയ്ത് വിജയിപ്പിക്കാമെന്നാണോ? ആ റോഡിൻ്റെ മൂലക്ക് പോയി സമരം ചെയ്തിട്ട് ഇവർക്ക് സമരം ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരെ ബസ്സിൻ്റെ അകത്ത് കയറിയിരുന്ന് ബസ് പോണ യാത്രക്കാരെ ദ്രോഹിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെയാണ് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ. ഇതിന് മുമ്പ് ചെയ്തൊരു കാര്യമുണ്ട് മഹിളാ മോർച്ച. ഇത് പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇലക്ഷൻ കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ബസ് കയറിയിട്ട് ഞങ്ങൾക്ക് ഫ്രീ യാത്ര വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ആ പാവം ഒരു സ്ത്രീ കണ്ടക്ടറെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച്, അതായത് ടിക്കറ്റ് കൊടുക്കാതെ അവരാണ് ആ പൈസ കൊടുത്തത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഒരു സ്ത്രീയോട് ചെയ്ത ചെറ്റത്തരാണ് അവർ. മഹിളാ മോർച്ചയും പേര് മഹിളാ മോർച്ചയും. ഇപ്പം രണ്ടാമത്തത്, ഇവർക്ക് പോയി ചത്തൂടെ ഞാൻ പറയുള്ളൂ, പോയി ചാവുകയെന്നല്ല. അതായത് 100-500 കൈക്കൂലി കൊടുത്തിട്ട് ഇവർ ഇറങ്ങുന്നതാണ്. സാരി കൊടുത്തിട്ട് ബസ് കയറിയിട്ട് കാട്ടിക്കൊടുന്ന കാട്ടലേ സാധാരണക്കാരെ ദ്രോഹിക്കാനായിട്ട്. ഇതിന് ദ്രോഹം എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പുറത്ത് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സാധനത്തിന് ഇവരിപ്പുറത്ത് നിന്നാണ്ട് ദ്രോഹിക്കുക, ജനങ്ങളെ ദ്രോഹിക്കുക. അല്ലാതെ ഇപ്പം എന്തെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത്? ആൾക്കാരെ ദ്രോഹിക്കുക എന്നല്ലേ? അതായത് ഒരു സംഭവം നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുന്ന അപ്പുറത്തൊന്ന് കുറ്റം പറയുക, അതങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്താല്ലേ? സൗജന്യം കൊടുത്ത സാധനത്തിന് കുറ്റം പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്താ ഇപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്? പുച്ഛാണ്. പോയി ചാവുക എന്നൊക്കെ പറയാം. നിങ്ങളൊക്കെ പോയി ചത്തൂടെയെന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് പോയി ചാവുക നല്ലത്. ഈ സംഭവം ഇപ്പോൾ വന്നതുകൊണ്ടല്ലേ. വന്നില്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ വർത്താനം ഉണ്ടാവില്ലല്ലോ, ഫ്രീ സംഭവം ഉണ്ടാവില്ലല്ലോ. ഫ്രീ ആയിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോഴാണ് അതിന് ആൾക്കാർക്ക് ഒരേ വർത്താനം. ഇപ്പോൾ ആർക്കും ഫ്രീ ഇല്ല എന്ന് പറയുമ്പോഴോ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല. എന്താ നിങ്ങളൊക്കെ കഥ? തിന്നണ ചോറാവണം എന്ന് എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും ആവരുത്. ഓക്കെ, അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എനിക്ക് കിട്ടിയില്ലെങ്കിലും അവന് കിട്ടണേ എന്നുള്ളത്. അവർ നന്നാവണേ, അവർക്ക് നല്ലത് വരണേന്നുള്ള കാര്യം ഞാൻ ചിന്തിക്കുക. ആ ചിന്തിക്കുന്ന മനസ്സിനാണ് നന്മ ഉണ്ടാവുള്ളൂ. അല്ലാതെ അവനുണ്ട് ഞങ്ങൾക്കില്ലേ, ഞാൻ കിട്ടാത്ത എന്താ എന്ന് ആ രീതി ചിന്തിക്കുകയാണ്. അത് സ്വന്തം വീട്ടിലുള്ള ആൾക്കാർ സ്ത്രീകളാണ്, അവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ സന്തോഷിക്കാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളുണ്ടല്ലോ, ഞാൻ പറയുന്നു നിങ്ങൾ നല്ല ആൾക്കാരല്ല എന്നുള്ളത്. ഓക്കെ,
കൂടുതലൊന്നും വിഷയത്തിൽ പറയാനില്ല. എന്തായാലും കണ്ടിടത്തോളം എനിക്ക് മതിയായി. കുറേ സംഭവങ്ങൾ കാണുന്നുണ്ട്. ഞാൻ ആലോചിക്കും ഇത്രയും സെൽഫിഷായ ആൾക്കാരാണോ നമ്മുടെ കേരളത്തിലുള്ളതെന്ന്. ഒരു സൗജന്യ യാത്ര എന്ന് വേണം ഇത്രയും നെഗറ്റീവാക്കി ഇത്രയും മോശമായിട്ട് കാണേണ്ട വല്ല ആവശ്യമുണ്ടോ? ഞാൻ ഈ മെൻസ് അസോസിയേഷനൊക്കെ ചില സമയത്ത് സപ്പോർട്ട് ചെയ്യും. പക്ഷെ അവർ ചില സമയത്ത് വളരെ അധപ്പതിച്ച് പോവും. ഇപ്പോൾ രാഹുൽ ഈശ്വർ കണ്ടില്ലേ കടന്ന് സംസാരിക്കുന്നത്? എന്തിനാ അതിൻ്റെ ആവശ്യം? ആണുങ്ങൾക്ക് കൊടുത്തൂടെ, ആണുങ്ങൾക്കും കൂടി പരിഗണിച്ചൂടെ എന്നൊക്കെ പറഞ്ഞാണ്ട് ഇതിന് എൻ്റെ ആവശ്യം എനിക്ക് അറിഞ്ഞൂടാ. വേസ്റ്റാണ് അതൊക്കെ. ആണുങ്ങളും കൂടി പരിഗണിക്കുക എന്നൊക്കെ പറഞ്ഞു. ആണുങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഓൾറെഡി ഒരു വീടിൻ്റെ ഒരു ഗൃഹനാഥനാണ്, വീടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ട് പൈസ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളും കൂടിയാണ് ഒരു വീട്ടിലെ. അയാൾക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഞാൻ കണ്ടിടത്തോളം ആണുങ്ങൾ അധികം പേരും വണ്ടിയിലൊക്കെ പോകുന്ന ആൾക്കാരാണ്. ഇനിയിപ്പോൾ ബസ് പോകാൻ തന്നെ ഓക്കെ 10-15 രൂപ കൊടുത്ത് ബസ് വലിയ വിഷയമുള്ള കാര്യമില്ല. പക്ഷെ അതുപോലെയല്ല നമ്മൾ നേരത്തെ തിരിച്ച് നോക്കുകയാണെങ്കിൽ അത്രത്തോളം സ്ത്രീകൾക്കുള്ള ഒരു എംപവർമെൻറ്റ് എത്തിയിട്ടില്ല. അത്രയും ഒരു ഇൻക്ലൂഷൻ വന്നിട്ടില്ല എന്നുള്ള കാര്യം തിരിച്ചറിയാൻ രാഹുൽ ഈശ്വറിനായിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കടന്ന് വർത്താനം എങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ചിന്തിക്കാനുള്ളൊരു സെൻസ് ഇപ്പോഴും എത്തിയിട്ടില്ല. സംഭവത്തിൽ ഞാനൊരാണ് തന്നെ. ഇപ്പം ഞാൻ ചിന്തിക്കുന്ന എന്താ, എൻ്റെ വീട്ടിലെ എൻ്റെ ഉമ്മാക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എനിക്കത് നല്ല കാര്യമല്ലേ. എനിക്ക് ഏറ്റവും സന്തോഷമാണ്. കാരണം എൻ്റെ ഉമ്മ സ്ത്രീയാണ്. ഉമ്മയ്ക്ക് ബസ് പോകാൻ ഫ്രീ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ല കാര്യമാണ് അല്ലേ. ആ പൈസ എൻ്റെ വാപ്പയ്ക്ക് 10 രൂപ സേവ് ചെയ്യാൻ പറ്റിയ അത്ര നല്ല കാര്യമില്ല. കാരണം എൻ്റെ ഉമ്മയ്ക്ക് ജോലി ഇല്ലാത്തതുകൊണ്ട്. അത് ചിന്തിക്കാനുള്ള കഴിവ് പറഞ്ഞ ഈ മെൻസ് അസോസിയേഷൻ ഒറ്റണത്തിൽ ഇല്ലാതായിപ്പോയി. ഈ പറഞ്ഞ് നെഗറ്റീവ് പറയണ ഒറ്റണത്തിൽ ഇല്ലാതായിപ്പോയി. അതാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കുക ഞാൻ പറഞ്ഞതാണോ കറക്റ്റ്, അല്ല ഇവന്മാർ പറയണതാണോ കറക്റ്റ് എന്നുള്ളത്. എന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, വെയിറ്റിംഗ് ഫോർ എ കമൻറ്റ്.